അറിയമേ അന്തമെല്ലാം ആകുന്നൊരേ കാലത്തെല്ലാം ആഗ്യജമജാതമ്പൂരാന്റെ തിരുനാമത്തെ പാടുമ്പോഴേ കുരിശുടയാതു കുരുഴ അംശവടിയാൽ കുമ്പന്തൊപ്പി മുടുകുഴയാ വീരശങ്കര തിരുമടിയിലേ കിടപ്പിലുണ്ട് അയ്യന്റെ ഒരു തൊമ്മച്ചായേ താജ് വരുഷ പോയതുകൊണ്ട് പാഞ്ചു വരുഷ പോയതുകൊണ്ട് വളരെയുണ്ട് ബുദ്ധിമുട്ട് അവരെ ഇങ്ങ് വരുത്തുവാരേ എന്തൊരു കഴിവേ ഉള്ളൂ തീരത്തെന്ന നാട്ടിലവരെ ഉണ്ടെന്നൊരു കേൾവിയുണ്ട്. ആരിപ്പോൾ പോക വേണ്ടു തീരത്തെന്ന നാട്ടിലേക്ക് എന്റെയോരേ തിരുവരങ്ക ഇരത്തോളും നീ പോയി വരണമേട. റവറൻഡ് ഡോക്ടർ ജേക്കബ് വെള്ളിയൻ രചിച്ച് സംവിധാനം ചെയ്ത ജ്ഞാനായ സംഗീതിക എന്ന ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സംസ്കാര സമ്പന്നമായ ജ്ഞാനായ സമുദായത്തിന് യഹൂദ ക്രിസ്ത്യാനികളെന്ന രീതിയിൽ അതിന് പ്രത്യേകമായ തനിമകൾ ഉണ്ട്. അതിന് ഈ തനിമയ്ക്ക് നിരവധി ഘടകങ്ങളുണ്ട്. അവയൊക്കെ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും ഈ അടുത്ത കാലത്ത് വളരെയധികം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കല്യാണപ്പാട്ടുകളുടെ ശബ്ദരേഖയുണ്ടാക്കി, മാർഗംകളിയുടെ ശബ്ദരേഖയുണ്ടാക്കി, ജ്ഞാനായ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കി, അതുപോലെ തോമൻ കിനാൻ എന്ന ഒരു നാടകം ആവിഷ്കരിച്ചു. അതുപോലെ തന്നെ മാർഗംകളിയുടെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തി പുനർജീവിപ്പിച്ചെടുത്തു. സ്കൂൾ കലോത്സവത്തിൽ, കോളേജ് കലോത്സവത്തിൽ അതൊരു ഭാഗമാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ ചെയ്തത് അഖില ഭാരത രംഗകലാ കേന്ദ്രം ആയ ഹാദൂസ വഴിയായിട്ടാണ്. ജ്ഞാനായ വിവാഹാചാരങ്ങൾ അവികലമായി സംരക്ഷിക്കപ്പെടുന്നതിനും പരിപോഷിപ്പിക്കപ്പെടുന്നതിനും ഈ ജ്ഞാനായ സംഗീതിക സഹായകരമായി തീരട്ടെ. ഞാൻ ഫാദർ ജേക്കബ് വെള്ളിയൻ, കോട്ടയം രൂപതയിൽ വളശപ്പള്ളിയിലെ ഒരംഗം. ഞാൻ സംബന്ധിച്ച പല അന്താരാഷ്ട്ര ലിറ്ററേച്ചർ സെമിനാറുകളിലും ജനതകളുടെ സംസ്കാരം പഠന വിഷയമാക്കി കാണുകയുണ്ടായി. ജ്ഞാനായ സംസ്കാരവും കലകളും പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ സെമിനാറുകൾ എന്നെ ഓർമ്മപ്പെടുത്തി. 1992 ഡോക്ടർ ജേക്കബ് കൊല്ലാവറമ്പിലച്ചൻ്റെ
ഗവേഷണങ്ങളുടെ ചുവടുപിടിച്ച് ഇറാഖിൽ 2 ആഴ്ച പഠന പര്യടനം നടത്തിയത് ക്നാനായ ചരിത്രത്തിൻ്റെ ഉള്ളറയിലേക്ക് വെളിച്ചം പ്രദാനം ചെയ്തതായി ഞാൻ കണ്ടറിഞ്ഞു. എല്ലാ സംസ്കാരങ്ങളെയും അവയുടെ കലാരൂപങ്ങളെയും ആദരിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ അത് കൊണ്ടുവന്നു. 1980കളിൽ നാടോടിക്കലകളുടെ നാട്യാചാര്യനായ ഡോക്ടർ ചുമ്മാർ ചൂണ്ടലിനോടൊത്ത് മാർഗംകളി, ക്രൈസ്തവ വിവാഹം, ഭാരത സഭയുടെ വാസ്തുശില്പം എന്നീ ഡോക്യുമെൻ്ററികളിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചത് എന്നെ വളരെയധികം ധന്യനാക്കി. ഇതിലൊക്കെ ഉപരിയായി ഹാദൂസ എന്ന അഖില ഭാരത രംഗകലാ കേന്ദ്രം കോട്ടയത്ത് 1985 ഏപ്രിൽ 12 കേരള ഗവർണർ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതും അന്നു മുതൽ അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുവാൻ അഭിമന്യ കുന്നശ്ശേരി പിതാവ് എന്നെ അനുവദിച്ചതും ഞാൻ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. ഇതൊക്കെ എന്നെ നയിച്ചത് ക്നാനായ സംഗീതിക എന്ന ഈ ഡോക്യുമെൻ്ററിയിലേക്കാണ്. ഇതിൽ മാർഗംകളി, ക്നാനായ കല്യാണം, പരിശമുട്ടുകളി, പാണൻ പാട്ട്, സുറിയാനി പാട്ടുകൾ എന്നിവയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ക്നാനായക്കാരുടെ വിവാഹത്തോടനുബന്ധിച്ച് വീട്ടിൽ വെച്ച് നടത്തുന്ന പല ചടങ്ങുകളുണ്ട്. കല്യാണ ദിവസവും കല്യാണത്തിൻ്റെ തലേ ദിവസവും അവയെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുട്ടികൾക്ക് ആടിപ്പാടി സ്റ്റേജിൽ അവതരിപ്പിക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കുകയുണ്ടായി. കല്യാണ പാട്ടുകളിൽ നിന്നും അടർത്തിയെടുത്ത ചില ഭാഗങ്ങളാണ് അതിൽ ടെക്സ്റ്റായി ഉപയോഗിച്ചിട്ടുള്ളത്. കല്യാണത്തിൻ്റെ പാട്ടിനും അതിൻ്റെ ലയത്തിനും വ്യത്യാസം വരുത്താതെയാണ് ഈ കലാരൂപം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ക്നാനായ കല്യാണ ചടങ്ങുകൾ ഒരു ത്രിവേണി സംഗമമാണ്. യഹൂദ സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം ഇവ മൂന്നും അതിൽ ദൃശ്യമാണ്. പല ചടങ്ങുകളുണ്ട്. ആദ്യമായി മൈലാഞ്ചിയിടൽ. അത് യഹൂദർക്കും ഹിന്ദുക്കൾക്കും ആദിവാസികൾക്കും ഒക്കെ പൊതുവായിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം ബ്യൂട്ടിഫിക്കേഷൻ എന്നാണ്. കേവലം ഭംഗി വരുത്തൽ മാത്രമല്ല ക്നാനായക്കാരുടെ ഈ ചടങ്ങിൻ്റെ അർത്ഥം. കല്യാണ പാട്ടുകൾ അത് വ്യക്തമാക്കുന്നു. അന്നു കന്നീമാർ മംഗല്യം വാഴുവാൻ പച്ചീല മൈലാഞ്ചി കൊണ്ടു പൊതിയണം, കയ്യാലെ കായും പറിച്ചതു കാരണം കൈപ്പൂടം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി, കാലാൽ നടന്നു കനിതിന്ന കാരണം കാൽനാഖം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി. അതായത് ആദിമാതാപിതാക്കളുടെ ആ പാപത്തെ പറ്റിയുള്ള ഒരു പരാമർശമാണിത്. ഹൗവ പാപം ചെയ്തു, അതിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. വിവാഹവേദിയിലേക്ക് പറഞ്ഞുവിടുന്ന ഈ മകളെ പരിശുദ്ധയായി ആ കൃത്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് ഈ മൈലാഞ്ചിടിയിൽ എന്ന ചടങ്ങ്.
ഇച്ചപ്പാട് കൊടുക്കട്ടെ? ഇച്ചപ്പാട് കൊടുക്കട്ടെ? ഇച്ചപ്പാട് കൊടുക്കട്ടെ? വിവാഹാവസരങ്ങളില് വെൺപാച്ചോറ് നൽകുന്നൊരു പതിവുണ്ട്. ഇച്ചപ്പാട് എന്നാണ് പറയുക. ഇച്ചപ്പാട് എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഇച്ചപ്പാട് തന്നെയാണ്. ഇച്ഛ പോലെ ഭവിക്കട്ടെ എന്നൊരാശംസ ഇതിൽ ഉൾക്കൊള്ളുന്നു. അത് മൈലാഞ്ചിയിടലിനും അതുപോലെ തന്നെ അന്തർജാലത്തിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. മണവാട്ടിപ്പണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടു കേട്ടു. വിവാഹത്തിന്റെ തലേ ദിവസം വരന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് ചന്തം ചാർത്തൽ. അന്തം ചാർത്തൽ എന്നും പറയാറുണ്ട്. കൃത്യമായി പറഞ്ഞാല് ചന്തം ചാർത്തലാണ് മെച്ചപ്പെട്ട പദം. പന്തലിരിക്കുന്ന 17 പരീക്ഷകളുടെ അച്ഛന്മാരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്താൻ പന്തലിൽ കയറട്ടെ? വരനെ ഔപചാരികമായി ക്ഷൗരം ചെയ്ത് സുന്ദരനാക്കുന്ന ഒരു ചടങ്ങാണിത്. ഗ്രാമത്തിലെ ക്ഷുരകനാണ് അതിനുള്ള അവകാശം. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളോ ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ എന്ന് സമ്മിളിതരോട് അനുവാദം ചോദിച്ചിട്ടാണ് ക്ഷുരകൻ ക്ഷൗരം ചെയ്യുക. ജ്ഞായിത്വമാക്കി ലഭിച്ച 72 പദവികളെപ്പറ്റി പാണന്മാർ പാടി നടക്കുന്നുണ്ട്. അതിലൊന്ന് 17 പരീക്ഷകൾക്ക് മേലുള്ള
അധികാരവും അവകാശവുമാണ് എന്ന് കാണുന്നു. എണ്ണ തേപ്പിക്കുന്നതിനും അനുവാദം ചോദിക്കാറുണ്ട്. അതിനെ തുടർന്ന് ചെറുക്കനെ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുപോകുന്നു. പതിനേഴ് പരീക്ഷകൾക്ക് മേലുള്ള മംഗളാരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല 17 പരീക്ഷകൾക്ക് മേലുള്ള മംഗളാരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല 17 പരീക്ഷകൾക്ക് മേലുള്ള മംഗളാരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടു കേട്ടു. മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കട്ടെ.
ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. മണവാള ചെറുക്കൻ ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടു കേട്ടു. മുന്നം മാലങ്കര കൂടിയേറുവാതിനാലെ കൊമ്മൻ കീരാനെന്ന ദേഹം മുതിർന്നവാറെ മെയ്യേ രാജമക്കളെണ്ണൻപതും കൂടിപ്പോകിണ്ട് കുടിയാരുത്തമരാകും ഇവർ 400 കാസോലിക്കയരുളാലെ കപ്പൽ പോകിണ്ട് മെയ്യേ വന്ന പരദേശി കൊടുങ്ങല്ലു പോകിണ്ട് മുന്നം മാലങ്കര കൂടിയേറുവാതിനാലെ കൊമ്മൻ കീരാനെന്ന ദേഹം മുതിർന്നവാറെ മെയ്യേ രാജമക്കളെണ്ണൻപതും കൂടിപ്പോകിണ്ട് കുടിയാരുത്തമരാകും ഇവർ 400 കാസോലിക്കയരുളാലെ കപ്പൽ പോകിണ്ട് മെയ്യേ വന്ന പരദേശി കൊടുങ്ങല്ലു പോകിണ്ട്. ഈ ഇടവകയിൽപ്പെട്ട തേക്കിൻകാട്ടിൽ തോമസ് ഏലിയാമ മകൻ ജോസഫും SH മൗണ്ട് ഇടവകയിൽപ്പെട്ട വരിക്കാം തൊട്ടി തോമസ് ഏലിയാമ മകൾ സ്വപ്നയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിളിച്ചു ചൊല്ലി കല്യാണത്തിന് കാനോനികമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നേരത്തെ പള്ളിയിൽ അറിയിക്കേണ്ടതാണ്. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ചളവാണികളാൽ മംഗളമരുളുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ചളവാണികളാൽ മംഗളമരുളുന്നു, മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ബറുമാരിയം ബാറുമാരിയം ബാറ് ആലാഹ ജൽദസുമാരിയം. നാനാക്കാരുടെ വിവാഹത്തിൻ്റെ ഒരു ഭാഗമാണ് നടവിളി. അതൊരു ചിയറിംഗ് ആണ്. കോഴിക്കോട് സാമൂതിരി രാജവിധിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആളുകൾ നട എന്ന് വിളിക്കുമായിരുന്നു. നട വിളിക്കുമ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും എടുത്തുയർത്തുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അപ്രസക്തമാകിയാൽ ആ ചടങ്ങ് തുടരേണ്ടതില്ലെന്ന് രൂപതയിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
കല്യാണം കെട്ടിക്കയറുമ്പോൾ നെല്ലും നീരും വയ്ക്കുക എന്ന ചടങ്ങുണ്ട്. നെല്ല് ഐശ്വര്യത്തെയും ജലം ഫലഭൂയിഷ്ഠയും ഫലദായകത്തെയും സൂചിപ്പിക്കുന്നു. ദമ്പതികൾക്ക് സ്വാഗതം നേരുന്നതായ ഈ ചടങ്ങില് കുരുത്തോല വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുകയാണ് ചെയ്യുക. കുരിശിന്റെ അടയാള നാമത്തില് അവരെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് അർത്ഥം. വാഴുപിടുത്തം കല്യാണത്തിലെ ഹൃദ്യമായ ഒരു ചടങ്ങാണ്. അമ്മ മംഗളം നേരുന്നു മക്കൾക്ക് 2 പേർക്കും. വാഴു പിടിക്കട്ടെ, പിടിക്കട്ടെ, മണവാളനും മണവാട്ടിക്കും വാഴു പിടിക്കട്ടെ. യഹൂദന്മാർ ഇങ്ങനെയാണ് പാടുക: വാഴുവെന്ന വാഴു നിനക്കാകെ തന്നേ, നീയും നിൻ ഭർത്താവും ശാലോമും കൂടെ സമാധാനം ആശംസിക്കുകയാണ്. വാഴ പിടിക്കട്ടെ, കേട്ടില്ല. വാഴ പിടിക്കട്ടെ, കേട്ടില്ല. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും വാഴ പിടിക്കട്ടെ. കേട്ടു കേട്ടു. പാലും പഴവും കൊടുക്കൽ. വിവാഹത്തിൽ ഒന്നായി തീർന്ന ദമ്പതികളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണിത്. അവർ ഇനിയും എപ്പോഴും ഒന്നാണ് എന്നുള്ളൊരാശയം. ഒരേ പാത്രത്തിൽ നിന്ന് അവർ കുടിക്കുകയാണ് പാലും പഴവും കലർത്തിയതായ ആ പാനീയം. അത് ജീവിതത്തിൻ്റെ ആ സന്തോഷത്തെയും സൗഭാഗ്യത്തെയും പരിശുദ്ധിയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്.
കച്ച തഴുകട്ടെ. കച്ച തഴുകട്ടെ. മണവാളനും മണവാട്ടിക്കും കച്ച തഴുകട്ടെ. കച്ച തഴുകല് സ്നേഹബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒരു മകളെ വളർത്തി വിവാഹപ്രായം വരെ എത്തിച്ച മാതാവിന്, അമ്മാച്ചന്, വലിയമ്മയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമാണത്. അത് വരൻ്റെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും നൽകുന്നതാണ്. കച്ച തഴുകുക, അവർ കൊടുത്ത് ആശ്ലേഷിച്ച് പോവുകയാണ്. തഴുകൽ എന്നുള്ളത് കാനായക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇവർ ആശ്ലേഷിച്ച് അഭിനന്ദനങ്ങൾ നേരുകയാണ്. തുടയ്ക്ക് കീഴെ കയ്യിൽ വെച്ച് സത്യം ചെയ്യുന്ന ഒരു രീതി പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്നും ഉത്ഭുതമായതാവാം ഈ രീതിയിലുള്ളതായ തഴുകൽ സമ്പ്രദായം. കച്ച തഴുകട്ടെ. കേട്ടില്ല. കച്ച തഴുകട്ടെ. കേട്ടില്ല. മണവാളനും മണവാട്ടിക്കും കച്ച തഴുകട്ടെ. കേട്ടു കേട്ടു. പൊന്നണി വീടും കണ്ടു കരേറി മംഗല്യവേല കാണാൻ വളർക്കൊടി മുന്നിൽ മുത്തണിന്തോനെ ആട്ടവും വീശി പിന്നണി മുന്നിലകമ്പടി നായി നിന്നിളയാട്ടവും പാട്ടും മുത്തു ചിഹ്നത്തോടു ചിത്രം നിരത്തിരെ മുന്തിരിഞ്ഞ മാണിക്യം പളുങ്ങു നിരത്തിരെ പച്ച വൈഡൂര്യം പവിഴം നിരത്തിരെ മംഗളകം മണവറയിൽ മണവാളൻ കഥകളിച്ചു എങ്കമ്പുകൾ പെറ്റവനെ എന്നുടയ മണവാള മണിമൊഴിയ കയ്യാലെ മാവി വന്ന് വാതിൽ മുട്ടി പൂമൊഴിയ കയ്യാലെ നാഥൻ വന്ന് വാതിൽ മുട്ടി ഉറ്റൊരു ജ്യേഷ്ഠത്തി വന്ന് ഉദവിയോടെ വാതിൽ മുട്ടി പെറ്റനായ മണിവിളക്കും പിടിച്ചു നിന്ന് വാതിൽ മുട്ടി മണവാളൻ ഉറക്കമെങ്കിൽ തോഴൻ വന്ന് വാതിൽ തുറപ്പിൻ പുറപ്പെടുവിൻ നീരാടുവാൻ നേരമായി. ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ കൊടുങ്ങല്ലൂരങ്ങീതി വന്നിറങ്ങി കൊച്ചിയിലാഴി മൂകം കണ്ടവാറേ ഈരേഴു നാലു വെടിയും വെടിവെച്ച് ഗോപുരം കേറുന്നപ്പോൾ ശിപ്പായിമാരവർ വിളികൊള്ളുന്നു സന്തുക്കളൊക്കെ തളരുന്നയ്യോ കനകം പോതിഞ്ഞോരു പള്ളിക്കണ്ട് തണ്ടുകാരേറിയിരുന്നു കൊണ്ട് ഘോഷത്തോടെ ചെന്ന് കോട്ടപൂക്ക് കോട്ടയിൽ മന്നൻ പെരുമാട്ടാനും തെയ്തകതോ തകതീതകതോ തെയ്തകതോ തകതീതകതോ തെയ്തകതോ തകതീതകതോ തെയ്തകതോ തകതീതകതോ. കലകളോടുള്ള എൻ്റെ താല്പര്യം ആരംഭിച്ചത് ബാല്യകാലത്തിൽ ഞാൻ മാർഗംകളി പഠിച്ചപ്പോഴാണ്. 1972 ഡോക്ടർ ചുമാർ ചൂണ്ടിൽ ഈ മാർഗംകളിയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. 1982 ഒളശയിൽ വെച്ച് മാർഗംകളി ഒരു 16mm കളർ ഡോക്യുമെൻ്ററി ഫിലിം ഞങ്ങൾ ഇറക്കുകയുണ്ടായി.
ക്ഷയോന്മുഖമായിരുന്ന മാർഗംകളിയെ ഒന്ന് പുനർജീവിപ്പിക്കുവാനുള്ള ഉദ്ദേശമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. 10-20 കലാകാരന്മാരുടെ സഹകരണത്തോടെ 50 ദിവസം കോട്ടയത്ത് SH മൗണ്ടിലും കടുത്തുരുത്തിയിലുമായിട്ട് നടന്ന പഠനക്കളരികളിൽ വെച്ചാണ് ഇന്നത്തെ പോലെയുള്ള മാർഗംകളി ചിട്ട ചെയ്തത്. അതിന് പ്രധാനമായിട്ട് ചെയ്തെടുത്ത തീരുമാനങ്ങൾ എങ്ങനെയായിരുന്നു? മാർഗംകളിയുടെ മുദ്രകൾ, ചുവടുകൾ ഒരിക്കലും മാറ്റരുത്. അതോടൊപ്പം തന്നെ കലാകാരന്മാർ പല രീതിയിൽ കളിച്ചിരുന്നതിനാൽ അവയ്ക്കൊക്കെ ഒന്ന് ചിട്ട വരുത്തേണ്ട ആവശ്യവുമായിരുന്നു. പ്രോത്സാഹനമില്ലാതെ കഴിഞ്ഞ കലാകാരന്മാർ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിനെപ്പറ്റി വളരെ താല്പര്യമില്ലാതെയും വന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർഗംകളി കൊണ്ടു നടക്കുക എന്നുള്ളതിന് എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് ആദ്യമായിട്ട് കണ്ടത് ഇതൊരു ശരിയാമത്തുള്ള ഒരു കലയായതുകൊണ്ട് ഇത് കേരള സമൂഹത്തിൻ്റെ സ്വന്തമാക്കി തീർക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന യുവജന കലോത്സവത്തിൽ ഒരിനമായിട്ട് ഇത് ചേർക്കുവാൻ തീരുമാനിച്ചതും അതിനു വേണ്ടിയിട്ട് മന്ത്രിമാരെ സമീപിച്ച് ക്രമപ്പെടുത്തിയതും. വന്ദനഗാനം മയിലും മൈലാപ്പൂരും ബന്ധപ്പെടുത്തി മാർത്തോമ്മ മയിലിന്റെ പുറത്തു നിന്ന നില ഈ പന്തലിൽ കാണുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. മയിലുകളാൽ ചുറ്റപ്പെട്ട് മൈലാപ്പൂരിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് മാർത്തോമ്മ ശ്ലീഹ വധിക്കപ്പെട്ടതെന്ന് ഒരു പാരമ്പര്യമാണ് ഇവിടെ സൂചിപ്പിക്കുക. മേൽത്തോന്തും മേനിയും കൈകൈ പീഡിത്തദണ്ഡം കൈയും മേയും എന്നേക്കും വാഴ്കവേ പെയ്തൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ പെയ്തൈ വഴി കൂറായി നാടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം പെയ്തൈ അഴിവു കാലം വന്നടുത്തു അലയും നാനിൻ മക്കളെ പെയ്തൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമെൻ പെയ്തൈ മലമേൽ നിന്നു വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ പെയ്തൈ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ പെയ്തൈ പാട്ടുടൻ പാണിപ്പുടാവ പവിഴമൂത്തുമാലയും പെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നിടക വേണം മാർത്തോമൻ പെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നിരുണ്ടരുൾക മാർത്തോമൻ പെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ താരെ താകർകുതേ തത്താതുമൃതത്തെ. ഒന്നാം പാദം ജെറുസലേം ദേവാലയത്തിന്റെ പ്രൗഢ ഗാംഭീര്യതയെപ്പറ്റി കേട്ട ചോഴ രാജാവ് അതുപോലുള്ള ഒരു കൊട്ടാരം പണിയുവാൻ ആഗ്രഹിച്ചു. മൂവരോരുവന്റെ കൽപ്പന കൊണ്ട് തിത്തൈതാര മുൻപീന അരുണ്ടായ പള്ളിയിടത്ത് ഇതേ അതിയേ മുൻപൂശി ലമോൻ ചമച്ച തിത്തൈതാരാലയം അംഭാഷയിൽ കണ്ടോരു ചോഴൻ ഇതേ ആയതുപോൽ തന്നെ നമുക്ക് മീങ്ങ് തിത്തൈതാരാധര അലൊന്നു ചാമയ്ക്കവേ തകൃതി തെയ്യത്തി തെയ്തക തെയ്യത്തെ. രണ്ടാം പാദം രമ്യഹർമ്മ്യം പണിയിക്കാൻ മന്ത്രി ഹവാനെ ഇസ്രായേലിലേക്ക് രാജാവ് പറഞ്ഞുവിട്ടു. ചൂടൻ
അൻപാരാജൻ ഏകീതു വേഗേന അവനോട് തേനോടു പാലുമോ രുകും നാട് ദേവരി പട്ടണ മകും ദേശം ഏറിയതിനുമേ നിലഭൂമി ദൈവമിരിപ്പിടമെന്നും ചൊല്ലാം യാത്ര പുറപ്പെട്ടു നിർവാഴി താർവുതിത്തയ്യത്തൈതകതയ്യത്തൈ. മൂന്നാം പാദം. കരയും കടലും ഒരുപോലെ പരിപാലിക്കുന്ന ഈശ്വരനിൽ ആശ്രയിച്ച് യാത്ര ചെയ്ത് ഹാവാൻ ഇസ്രായേലിലെത്തി. വഴിക്ക് ഈശോയെ കണ്ടെത്തി. കടലും കരയുമോരുപോൽ വാഴിയാൽ തീരിത്തൈയാർമാരും നവനെ തുണനി തീരിത്തൈ കരുണ കടലേ കടലിൽ നിന്നെ തീരിത്തൈ കരകൊണ്ടു താകേണം കരമീതിനെ തീരിത്തൈതു താരമായുള്ളവ വചനം ചൊല്ലി തീരിത്തൈ സ്തുതി ചെയ്തരുളാലേക കപ്പൽക്കാരേറി തീരിത്തൈ കാറ്റോടു പെസറുകൾ മറുതലയാതെ തീരിത്തൈ കരചേർന്നരുളാൽ വീത തീയം തീർത്തിത്തൈ തീരിത്തൈ കരചേർന്നരുളാൽ വീത ഇതാവിയ നാട്ടിൽ തീരിത്തൈ പൂക്കാതിലാരായി വാനൽ തീയം തീർത്തിത്തൈ തീരിത്തൈ പൂക്കാതിലാരായി വാനൽ വഴി കേട്ടൻവാൻ തീരിത്തൈതക്കവരോടു ചേർന്നു തീയം തീരിത്തൈ തീരിത്തൈതക്കവരോടു ചേർന്ന നഞ്ഞുമാഹോസ തീരിത്തൈ നീക്കൂപു കതിരാവരും ഉഴലും നാപ്പോൾ തീരിത്തൈ നീക്കൂപു കതിരാവരും ഉഴലും നാപ്പോൾ തീരിത്തൈ തിരമോടെ കർത്താവ് കണകപ്പെട്ടു തീരിത്തൈ തിരമോടെ കർത്താവ് തിത്തിത്തകതത്തകൃതിത്തയ്യത്തിത്തൈതകതയ്യത്തേ. നാലാം പാദം. അരനാഴികക്കുള്ളിൽ ഒരു ശില്പിയെ ഈശോ ഹാമാന് കാണിച്ചു കൊടുത്തു. അരുൾ ചെയ്താചാരമേ എങ്ങു നിന്നേന്നും ഒതിത്തെ അരന്നു മതേന്തെന്നും മുതലേതേന്നും ഒതിത്തെ വിധമിതു നീയറിക അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഒതിത്തെ കഴിവതിന് വനമേ എന്നരുൾ ചെയ്യുക ഒതിത്തെ കരുതിയതിന്നൊരുവ വഴിയെ പോവാൻ ഒതിത്തെ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപൻ ഒതിത്തെ ഇതം വരുമാറരുൾ ചെയ്തിതു മാറൻ ഒതിത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപേ ഒതിത്തെ ഇടമതിൽ നിന്നോരുത തച്ച തകൃതി തെയ്യത്തി തെയ്യത്തൈ. അഞ്ചാം പാദം. വൈശിഷ്ടമേറിയ ലോഹം കൊണ്ടും മരം കൊണ്ടും കൊട്ടാരം പണിയണമെന്നായി. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിരുമ്പും
മറ്റും പാലവക വേണ്ടും പണികൾ തത്തത്തത്തേ മഹിമയോടരിമകളെല്ലാം ചെയ്യും മനുവിവാദിത്തീർത്താം മൃതത്തെ ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തെയ്യം തികുതി തെയ്യം തികുതേ തിതയിത്താതിത്താതി മൃതത്തെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകിടതകി തകത തകത തകതീ തിക്കിടകിടതകി തിക്കിടകിടതകി തികിതാത്തി തക്കിടകിടതകി തകതാത്തി തിക്കിടകിടതകി തികിതാത്തി തക്കിടകിടതേ തിക്കിടകിടതേ തക്കിട്ടേതാ ഇന്ദത്താകിടതേ തക്കിടകിടതകി വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ തകർകുതിത്താതി മൃതത്തെ. ആറാം പാദം. ഹവാൻ യാത്രാനുവാദം ചോദിച്ചു. തോമ ഭാരതത്തിൽ തനിക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണർത്തിക്കൊണ്ടേയിരുന്നു. വിരവിലി വരവു കണ്ടാനന്ദിച്ചു വിദഗ്ധനെന്നുറച്ചുള്ളിലാശ കൊണ്ടു വേസ്താവരുത്തി താവാനപ്പോൾ ഇന്ദൈദത്ത അതു നിജ തിരുമനസാദരാലെ അറിഞ്ഞുടൻ ചടുതിയിലാവനോട് അരുൾ ചെയ്തീതാവൻ നാശാരിയെന്ന് ഇന്ദൈദത്ത ഔവനമരുൾ വഴി കേട്ടിട്ടാവാൻ അതു തെളിവരചനിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പനവാചാൽ ഇന്ദൈദത്ത വചനമിതരുളിയ തോമയോട് തിരുവിധി നീഹ വേണ്ടും വണ്ണം വഴി പോലെ തീരി ചരുൾ ചെയ്യുമ്പോൾ ഇന്ദൈദത്ത വചനമിതരുളിയതോർത്തു കേട്ടു അകതാരിലിവരുടെ കോലം കണ്ട് വാക്കുവശത്തുള്ളു ഞടുങ്ങി ഇന്ദൈദത്ത വഴങ്ങിയതവനിയിൽ വീണു തോമ വരുവതിൻ വിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള പീഡകളിരുപോൽ ഇന്ദൈദത്ത വഴങ്ങിയതവനിയിൽ വീണു തോമ വരുവതിൻ വിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള താകർക്ക് തത്തോം തകതോം തികി തകതായുധ ദൈതൈ തങ്ങു നിങ്ങി തതികിണ തത്തോം തകതോം തികി തകതായുധ ദൈതൈ തങ്ങു നിങ്ങി തതികിണത്തോം.